ശരി. ഇപ്പോൾ AMMA സംഘടനയുടെ ജനറൽ സെക്രട്ടറി കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പ്രതികരിച്ചത് ഞങ്ങൾ പഠിച്ച ശേഷം പറയാം എന്നുള്ളതാണ്. AMMA എന്ന സംഘടന പഠിക്കുകയും അതിന്മേൽ പഠിച്ചിട്ടൊരു ഗൗരവത്തിലുള്ള പ്രതികരണം നടത്തുകയും ചെയ്യുമെന്ന് പാർവതി പ്രതീക്ഷിക്കുന്നുണ്ടോ? പാർവതി ആ സംഘടനയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് വർഷങ്ങളായി. അതേപോലെ ഇറങ്ങിപ്പോകാത്തവരെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുക്കുന്ന എല്ലാവരെയും പുകച്ച് പുറത്ത് ചാടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് റാൻ മൂളി നിൽക്കുന്നവർ മാത്രമാണ് നിലവിൽ സംഘടനയിലുള്ളത്. അവരെയും കൂടി ഇരുത്തിയിട്ടാണ് ചർച്ച, കോൺക്ലേവ് കോൺക്ലേവ് നടക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് തന്നെ അതിനുള്ള എക്സാക്ട് ഡെഫിനേഷൻ ഓഫ് എ കോൺക്ലേവ് എന്താണെന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നത്. കാര്യം ട്രിബ്യൂണൽ ഉണ്ടെന്ന് പറയുന്നു, റിഡ്രസൽ സെൽ എന്ന് പറയുന്നു, കോൺക്ലേവ് പറയുന്നു, ഒരുപാട് വലിയ വലിയ വാക്കുകൾ വരുന്നുണ്ട്. പക്ഷെ ഇതിനൊന്നും ആക്ച്വൽ അർത്ഥവും ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല. സോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എല്ലാവരും ഉൾപ്പെട്ടുള്ള ഒരു ഡിസ്കഷൻ ആണെങ്കിൽ അത് സർവൈവേഴ്സിനെ സപ്പോർട്ട് ചെയ്തും സർവൈവേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാത്ത രീതിയിലുള്ളൊരു കോൺക്ലേവ് ആണെങ്കിൽ അതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. പക്ഷെ അത് ഫുള്ളായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് വരാതെ അതിനോട് നമ്മൾ പിന്തിരിഞ്ഞ് നിൽക്കാനും കഴിയാത്തൊരവസ്ഥയിലാണ്. റിപ്പോർട്ട് വന്നിപ്പോൾ 2 ദിവസം ആവുന്നേ ഉള്ളൂ. WCCയും ഇത് വളരെ ആഴത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. AMMAയുടെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ നോക്കുകയാണെങ്കിൽ ഞാൻ കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാത്തിരിക്കുന്നു അവരുടെ റെസ്പോൺസിന്. അങ്ങനെ ഒരു റെസ്പോൺസ് വരുമെന്ന് കരുതണ്ട. ഇനിയിപ്പോൾ നമ്മൾ ചോദിച്ച ഘട്ടത്തിൽ അത് ഞങ്ങൾ പഠിക്കുകയാണെന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അങ്ങനെയും ആവാം. അത് അങ്ങനെ വരികയാണെങ്കിൽ അവരിൽ വന്ന മാറ്റമാണെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ ഇതുവരെ വേറെ കാര്യങ്ങൾക്കൊരു മാറ്റവും വരാത്തത് കൊണ്ട് കണ്ടറിയാം എന്നേ പറയാൻ പറ്റും. സർക്കാർ ഇന്നലെ ഇപ്പം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ കോൺക്ലേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെറ്റിൽ ചായ വിതരണം ചെയ്യുന്നവർ തൊട്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോൺക്ലേവ്. എല്ലാവരും പറയാനുള്ളത് പറയട്ടെ, എല്ലാവർക്കും പറയാനുള്ളത് കേൾക്കാം എന്ന മട്ടിൽ അങ്ങനെ പരന്ന ഒരു ചർച്ച നടത്തിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ പാർവതി? നിങ്ങൾ സ്പെസിഫിക് ആയി എന്തൊക്കെയാണ് ഇഷ്യൂസ് അറിയിച്ചിട്ടുണ്ട് അതിൽ? നമ്മൾ കൃത്യമായിട്ട് എന്തൊക്കെയാണ് ഇഷ്യൂസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ ഏരിയകളിലാണ് നമ്മൾ വർക്ക് പ്ലേസ് എന്ന രീതിയിൽ പുരോഗമിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ 233 പേജസിൽ വന്നിട്ടുണ്ട്. ഇതിൽ പരം അവർക്ക് ഇനിയും ചർച്ചകൾ നടത്തണമെങ്കിൽ ഡെഫിനറ്റ്ലി ബൈ ഓൾ മീൻസ് ഡു യുവർ ചർച്ചസ്. പക്ഷെ എത്ര വേഗതയിലാണ് മാറ്റങ്ങൾ വരുത്തുന്നത് എന്നുള്ളതിലാണ്. ഒരു ഡിസ്ട്രാക്റ്റിംഗ് ടാക്നിക്കോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡിലേ ആക്കാനുള്ള ടാക്ടിക്സ് ആണെങ്കിൽ അത് ഒരു രീതിയിലും പൊതുസമൂഹവും മാധ്യമങ്ങളും WCCയും അത് ഉള്ളതിനെ ആ സമയത്ത് തന്നെ കോൾ ഔട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ഡൗട്ടും ഇല്ല. പാർവതി, ഒരു തരത്തിൽ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ സർക്കാർ എന്താണ് ചെയ്യുന്നത്? സർക്കാർ ചെയ്യട്ടെ, അതിലിപ്പോൾ ഒരു ഗതികേടുണ്ടല്ലോ. ഇപ്പോൾ ശക്തമായി പ്രതികരിക്കാൻ പറ്റാത്ത ഒരു ഗതികേട് എന്ന പോലെ അപ്പുറത്ത് സർക്കാരിന് മുന്നിൽ ഒരു ഗതികേടുണ്ട്. അതായത് ഈ സമൂഹം എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് ആ ഗതികേട്. സമൂഹം ആർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അതിനുശേഷം എത്രത്തോളം ഈ വേട്ടക്കാരനൊപ്പം നിൽക്കുകയും ഏട്ടൻ പാവാട എന്ന രൂപത്തിൽ പ്രതികരണം വരികയും അതിനൊരു വലിയ സംഘം അവർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാവുകയും അങ്ങനെയാണ് ഈ ചർച്ചകളിലൊക്കെ അവരുടെ പ്രതിനിധികൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ പിന്നീട് തിയേറ്ററുകളിൽ എങ്ങനെയാണ് താഴേക്ക് പോകുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ സമൂഹം എങ്ങനെയാണ് അതിനെ കണ്ടിട്ടുള്ളതെന്നൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. സമൂഹം എങ്ങനെ ചിന്തിക്കുന്നു, സൊസൈറ്റി എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് സർക്കാരിന് ആലോചിച്ചേ പറ്റൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നടപടികൾ നടത്തിയേ പറ്റൂ. പക്ഷേ നിങ്ങൾ പറയുന്ന മുഴുവൻ പരാതികളും പരിഹരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. മറ്റൊന്ന്, ഈ പറയുന്ന സിനിമാ മേഖലയെ നിയന്ത്രിക്കുന്ന 15 അംഗ മാഫിയ സംഘമാണ് എന്ന് കൃത്യമായി തന്നെ അതിൽ പറയുന്നു. അതിൽ ആര് അവിടെ സിനിമാ മേഖലയിൽ തുടരണം, ആര് പുറത്തു പോകണമെന്ന് നിശ്ചയിക്കുന്നത് ഈ 15 അംഗ സംഘമാണ്. അപ്പോൾ തിലകൻ്റെ മകളൊക്കെ ഇന്നലെ പ്രതികരിക്കേണ്ട ആ 15 അംഗ സംഘം എന്നുള്ളത് ഇന്നുള്ളതല്ല, കുറച്ച് വർഷങ്ങളായുള്ള തിലകൻ്റെ കാലത്ത് മുതൽ ഉള്ളതാണ്. അദ്ദേഹം തന്നെ മുമ്പൊരു അഭിമുഖത്തിൽ മാഫിയ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സംഘത്തിൻ്റെ പ്രവർത്തനം ഇല്ലാതാകണമെങ്കിൽ ആരൊക്കെയാണെന്ന് പുറത്ത് പേരുകൾ വരേണ്ടതുണ്ട് എന്നാണ് എന്നെപ്പോലുള്ളവർ കരുതുന്നത്. പാർവതിക്ക് അതിൽ എന്താണ് അഭിപ്രായം? വ്യക്തിപരമായിട്ട് ഈ പേരുകൾ പുറത്തു വന്നു കഴിഞ്ഞ് നെയിമിംഗ് ആൻഡ് ഷെയിമിങ്ങിൽ മാത്രം ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ അത് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, ഈ ഇൻഡസ്ട്രിയിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ള മാറ്റങ്ങൾ കഴിഞ്ഞ 7 വർഷം കഴിഞ്ഞ് പിന്നെ ഒരു 4.5 വർഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഞാൻ മാറ്റങ്ങൾ കണ്ടുവന്നിട്ടുള്ളത് പുതിയ ജനറേഷനിലും പല സീനിയേഴ്സിലടക്കം ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രിയിലുള്ള സെറ്റിലും അല്ലെങ്കിൽ വന്നിട്ടുള്ള റൈറ്റേഴ്സ് അല്ലെങ്കിൽ പുതിയ ഡയറക്ടേഴ്സ് ആവാം, അവർ കൊണ്ടുവരുന്ന പ്രൊഡക്ഷൻ കമ്പനീസ് ആവാം, പ്രൊഡക്ഷൻസ് നടത്തുന്ന രീതിയിലൊക്കെ ഞാൻ മാറ്റങ്ങൾ കണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ
അവർക്കെതിരെ നിൽക്കാൻ പോകുന്നത് നമ്മൾ അവരുടെ പേര് കോൾ ഔട്ട് ചെയ്തിട്ടോ ഒന്നുമല്ല. ഈ പുതിയ വരുന്ന ക്രോപ്പ് ഓഫ് ഫിലിം മേക്കേഴ്സ് ഉണ്ട്, അവർ കൊണ്ടുവരുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, അവരൊന്നും ഈ ഒരു ഇൻഫ്ലുവൻസിൽ ഫുള്ളായിട്ട് നിൽക്കുന്ന ആൾക്കാരല്ല. അവരവരുടെ രീതിയിൽ തന്നെ ഇതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് എനിക്കിപ്പോഴും ജോലി കിട്ടുന്നത് സ്മൃതി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. സോ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന കാര്യമാണ് WCC അംഗങ്ങൾ ആരുടെ കൂടെയാണോ വർക്ക് ചെയ്യുന്നത് അവരൊക്കെ ഈ മാറ്റത്തിന് അല്ലെങ്കിൽ ഈ മാഫിയയുടെ ഒരു കംപ്ലീറ്റ്ലി അതിനെ ഒരു ഡിസ്മാൻറ്റിൽ ചെയ്യാനുള്ള ഒരു സിസ്റ്റത്തിലേക്ക് വഴികാട്ടികളായിട്ടുള്ള ആൾക്കാരാണ്. ചിലപ്പോൾ ഒരുപക്ഷെ അവർ മാധ്യമങ്ങളിൽ വന്ന് ഉറക്കെ സംസാരിക്കില്ലായിരിക്കും, പക്ഷെ അവരുടെ പ്രവൃത്തികളിൽ ആ മാറ്റം കാണിക്കുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ആ രീതിയിലും നമ്മൾ ആ ഒരു പ്രോഗ്രസീവ്നെസ്സിനെ മാനിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഇപ്പോൾ മാറ്റം എന്നതിനപ്പുറം ഒരു പുതിയ നിലപാടെടുക്കുന്ന അല്ലെങ്കിൽ ഈ കാലത്തെ നിലപാടെടുക്കുന്ന ഒരു വലിയ വിഭാഗം തന്നെ സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. പുതുതായി ഒരു പുതുതലമുറ തന്നെ വന്നിട്ടുണ്ട്. അവർ വേറൊരു കൾച്ചറാണ് മുന്നോട്ട് വെക്കുന്നത്. അതല്ലേ പാർവതി ഉദ്ദേശിച്ചത്? ആബ്സല്യൂട്ട്ലി, ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറയാം സ്മൃതി, എൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മുമ്പ് ഏത് സമയത്താണ് നമ്മൾ നെയിമിങ് ആൻഡ് ഷെയിമിങ് നടത്തിയിട്ടുണ്ടോ അതിൽ നിന്ന് ഒരു രീതിയിലും ഒരു സർവൈവറിന് അതിൽ നിന്നൊരു ഗുണം വന്നിട്ടില്ല. നമ്മൾ എപ്പോഴും പറയാറുണ്ട് എന്തുകൊണ്ട് പേര് പറയുന്നില്ല. ശരി, പേര് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഇൻ ദ പാസ്റ്റ് ഏത് സർവൈവറിനാണ് അതിനുശേഷം ഇവിടെ ജോലി കിട്ടിയിട്ടുള്ളത്? ഏത് സർവൈവറിനാണ് അതിനുശേഷം ലീഗലായിട്ടുള്ള ഹെൽപ്പ്, മാനസികമായിട്ടുള്ള അവരുടെ മെന്റൽ ഹെൽത്തിനെ പറ്റി ആരാ പിന്നെ ചോദ്യം ചെയ്ത് പോയിട്ടുള്ളത്?